സ്റ്റവ് കത്തിച്ച് ചട്ടി അടുപ്പത്ത് വെക്കാം. ചട്ടി ഒന്ന് ചൂടായി വരുമ്പോഴേക്കും നല്ല നാടൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. എണ്ണ നല്ലതുപോലെ ചൂടായി വരുമ്പോഴേക്കും ഇതിലേക്ക് കുറച്ച് കടുകും കുറച്ച് ഉലുവയും കൂടെ ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് പൊട്ടിച്ചെടുക്കാം. കടുകും ഉലുവയും പൊട്ടി വരുമ്പോൾ ഇനി ഇതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചേർക്കാം. പിന്നെ വേണ്ടത് ഒരു മീഡിയം സൈസ് സവാള അരിഞ്ഞതാണ്. സവാളയും കൂടെ ചേർത്ത് എണ്ണയിലിട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇഞ്ചിയും വെളുത്തുള്ളിയും സവാളയും എല്ലാം കൂടെ നല്ല ബ്രൗൺ കളർ ആവുന്നത് വരെ വഴറ്റിയെടുത്തതിന് ശേഷം ഇനി ഇതിലേക്ക് പൊടികൾ ചേർക്കാം. ഒരു 3 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചത്, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, ഇത്രയും കൂടെ ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരുമ്പോഴേക്കും ഇതിലേക്ക് 2 തക്കാളി പേസ്റ്റ് ആക്കിയതും കൂടെ ചേർത്ത് കൊടുക്കാം. 2 മീഡിയം സൈസ് തക്കാളി മിക്സിയുടെ ജാറിലിട്ട് നല്ലതുപോലെ ഒന്ന് അരച്ചെടുത്തതാട്ടോ ഇത്. വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഇനി ഇതെല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് വഴറ്റി എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞു വരുന്നത് വരെ വെയിറ്റ് ചെയ്യണം. ഇപ്പോൾ ദാ എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കറിക്ക് ആവശ്യമായിട്ടുള്ള പുളിയാണ് ചേർക്കേണ്ടത്. ഞാനിവിടെ ഒരു 3 കഷ്ണം കുടംപുളി വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ട്. അതും കൂടെ ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണം. പുളിയും കൂടെ ചേർത്തിട്ട് നല്ലതുപോലെ തിളപ്പിച്ച് ഒന്ന് വരട്ടി എടുത്ത് കഴിയുമ്പോഴേക്കും ഇനി നമുക്കിതിലേക്ക് കറിക്ക് ആവശ്യമായിട്ടുള്ള ചൂടുവെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കണം. ചൂടുവെള്ളം തന്നെ ഒഴിക്കണം, പച്ചവെള്ളം ഒഴിക്കരുതേ. ഇനി ഇതെല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് കറിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും 2 പച്ചമുളക് കീറിയതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് തിളച്ച് വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഇതാ കറിയൊക്കെ നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് മീൻ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം. ഏത് മീൻ വേണമെങ്കിലും നമുക്ക് ഈ തരത്തിൽ ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീൻ കഷ്ണങ്ങളും കൂടെ ചേർത്തിട്ട് നല്ലതുപോലെ തിളപ്പിച്ചെടുക്കാം. ഞങ്ങളുടെ നാട്ടിൽ പിരാന എന്ന് പറയുന്ന ഒരു വളർത്തുമീനാട്ടോ ഞാനിവിടെ കറി വെക്കാൻ എടുത്തിരിക്കുന്നത്. ഏത് മീൻ വേണമെങ്കിലും നമുക്ക് ഈ ഒരു രീതിയിൽ കറി വെച്ചെടുക്കാനായിട്ട് പറ്റും. മീൻ കഷ്ണങ്ങളും കൂടെ ചേർത്തിട്ട് ഒരു 10 മിനിറ്റോളം നമുക്ക് നല്ലതുപോലെ തിളപ്പിച്ച് ഈ കഷ്ണങ്ങളൊക്കെ ഒന്ന് വേകുന്നത് വരെ വെയിറ്റ് ചെയ്യാം. മീൻ കഷ്ണങ്ങൾ ചേർത്ത ഉടനെ തന്നെ നമുക്ക് വേണമെങ്കിൽ ഇളക്കി ഒന്ന് മിക്സ് ചെയ്യാം. പിന്നീട് കഷ്ണങ്ങൾ വെന്ത് വന്നു കഴിയുമ്പോൾ ഇളക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മീൻ കഷ്ണങ്ങൾ പൊടിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ ദാ നല്ലതുപോലെ നമ്മുടെ മീൻ കറി തിളച്ച് വറ്റി വന്നിട്ടുണ്ട്. ഇനി അവസാനമായിട്ട് ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കുറച്ച് പച്ചവെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്വാദിഷ്ടമായിട്ടുള്ള മീൻകറി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ വളരെ ടേസ്റ്റോടു കൂടി ഉണ്ടാക്കാൻ പറ്റിയൊരു മീൻകറിയാണ്. ഇതിൽ പെരിഞ്ജീരകം നമ്മൾ ചേർത്തിട്ടുണ്ട്. അതാണ് ഇതിൻ്റെ സ്പെഷ്യലായിട്ടുള്ളൊരു കൂട്ട്. ഈ പെരിഞ്ജീരകം കൂടെ ചേർക്കുമ്പോൾ കറിക്ക് പ്രത്യേകമായിട്ടുള്ള രുചിയാണ് കിട്ടുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ.